ഒരു ഡൗട്ട് വെച്ചിട്ട് ഇപ്പം ഈ യുദ്ധം ഒബ്വിയസ്ലി നിങ്ങളുടെ ബിസിനസ്സിനെ എന്തായാലും എഫക്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പം കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഒരു കോട്ട് കൊടുക്കും, പിന്നെ റോ മെറ്റീരിയൽസിൻ്റെ ഒക്കെ പ്രൈസ് ഹൈക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കും വരാറില്ല, അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നമ്മളൊരു ഹോണസ്റ്റി കാരണം ചിലത് ലോസ് സഹിച്ചാണ് ചില വർക്കുകൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഈ വാറിന് മുമ്പൊക്കെ നമ്മൾ പലതും കോട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടൈലായാലും കൊറോണ സമയത്ത് പോലും ടൈൽ ഫാക്ടറീസ് അടച്ചിട്ടില്ല. കാര്യം ഇതൊരു അങ്ങനെ അടയ്ക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറി അല്ല. ഇപ്പോൾ ഫ്യൂവലിൻ്റെ പ്രശ്നം കാരണം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്ത് വരാനും ഇതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്നതിലും കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന ലിമിറ്റഡ് സപ്ലൈ, ഡിമാൻഡ് മോർ സപ്ലൈസ് ലെസ്, ആ ഡിമാൻഡ് സപ്ലൈയുടെ ഒരു പ്രോബ്ലം ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഭയങ്കരമായ പ്രൈസ് ഇൻക്രീസ്. ഇപ്പോൾ തന്നെ നമ്മൾ പെട്രോള് 115 രൂപ കഴിഞ്ഞു. അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഇതല്ല പ്രൈസ്. അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടാകുമ്പോൾ ബേസിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാത്തിൻ്റെയും കോസ്റ്റ് കൂടി. അപ്പോൾ ഇതൊരു എന്താ പറയുക, കോവിഡിന് മുമ്പുള്ള ഒരു വീണ്ടും ഒരു സമയം, കോവിഡിന് ശേഷം മൊത്തത്തിലൊരു പ്രൈസ് കൂടിയായിരുന്നു. ഇപ്പോൾ എയർ ട്രാവലൊക്കെ ചെയ്യുന്നവർക്കറിയാം, കോവിഡിന് മുമ്പുള്ള ഫെയർ അല്ല കോവിഡിന് ശേഷം. ഈവൻ പണ്ട് സീറ്റൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് തീർക്കായിരുന്നു, ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പോൾ ഇതുപോലൊരു ചേഞ്ച് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ ചേഞ്ചിൽ അഡാപ്റ്റ് ചെയ്യുന്ന വ്യക്തികളും കമ്പനികളും ഇവോൾവ് ചെയ്യും. ഇതൊരു വേറെ ഓപ്ഷൻ ഇല്ല. എവരി 5 ഇയർ ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടാകുന്ന. ഇപ്പോൾ ഒരു വാറാണ്, നേരെ ഇനി ഇതുപോലുള്ള ഇനി പുതിയ പ്രോബ്ലങ്ങൾ വരും. പക്ഷെ ചില ആൾക്കാർക്ക് ഒന്ന് സ്റ്റക്കാവും, പിന്നെ ആങ്സൈറ്റി കാണും, ഒരു മണി ഫ്ലോ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഇറക്കുന്നില്ല ആൾക്കാർ പേടിച്ചിട്ട്. പലരും പുതിയ പ്രോജക്റ്റ് തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യാം. പക്ഷേ വൺ ഹൂ ഈസ് വർക്കിംഗ് ഇൻ ക്രൈസിസ് രക്ഷപ്പെടും. കാര്യം നമ്മൾ അതിൻ്റെ ഒരു സന്ദീപാണ്, അത് എനിക്കിപ്പോഴും സന്ദീപിൻ്റെ അടുത്തൊന്ന് ഇരിക്കുന്നതിന് എനിക്ക് ആ പോസിറ്റിവിറ്റി തോന്നുന്നത്. അന്ന് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ സന്ദീപ് എന്നോട് പറയുന്നത് ആദ്യം കമ്പനിയുടെ പേര് അഴിക്കുക. കാര്യം ആ പേര് കിട്ടാതെ 5-6 വർഷം നമ്മൾ നടന്നായിരുന്നു. അപ്പോൾ ആ ഒരു പോസിറ്റീവ് മൈൻഡ് ആർക്കുണ്ടോ അത് രക്ഷപ്പെടും, ഉറപ്പാണ്. ഒരു ഡൗട്ട്, ഇപ്പം ഈ യുദ്ധം വന്നതിന് ശേഷം ഈ ലേബറേഴ്സ്, മൈഗ്രൻ്റ് ലേബറേഴ്സിന് അങ്ങനെ ലേബറേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിപ്പോൾ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണോ ഇപ്പോൾ വർക്കേഴ്സിനെ കിട്ടാൻ പാടൊക്കെ ഉണ്ടെന്നിങ്ങനെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർ പറയുന്നത്? അത് ഈ വാറുമായിട്ട് റിലേറ്റഡ് ആണോ അതോ അല്ലാതെ എന്തെങ്കിലും? വാറുമായിട്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ നമ്മൾ നടന്നല്ലോ. അപ്പോൾ ഇതിൽ 2 കാര്യം നമ്മൾ ബിൽഡർ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഒന്ന്, ഈ ബംഗ്ലാദേശികൾ ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ കുറേ റെയ്ഡൊക്കെ ചെയ്ത് പോലീസ് പല സ്ഥാപനങ്ങളിൽ ബംഗ്ലാദേശികൾ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പണ്ട് അവിടെ നിന്നൊരു ഇൻഫ്ലോ ഇങ്ങോട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം തിരിച്ചു പോയി. കാര്യം ഒരു ഗവൺമെൻറ് ഒരു ഇതെടുത്ത്, അപ്പോൾ കുറേ ആൾക്കാർ ബംഗ്ലാദേശികൾ തന്നെയായിരുന്നു. അവർ വ്യാജ ആധാർ കാർഡൊക്കെ ഉണ്ടാക്കി. അത് ഇപ്പോൾ ആസ് എ ബിൽഡർ നമുക്കൊരു അവരുടെ ആധാർ കാർഡ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുക, മറ്റേ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യുക, അത്രേ ചെയ്യാൻ പറ്റും. അത് ക്രോസ് ചെയ്യുക എന്നുള്ളതൊരു ഇമ്പോസിബിൾ തിങ് ആണ്. പിന്നെ 2, ചേഞ്ച് ഓഫ് വെസ്റ്റ് ബംഗാളിലുള്ള പൊളിറ്റിക്കൽ സെനാറിയോ മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവിടെ ഇനിയിപ്പോൾ മിനിസ്ട്രി മാറിയത് കൊണ്ട് അവർക്ക് ഇനി ഒരുപാട് ബെനിഫിറ്റ് അവിടെ കിട്ടും എന്ന് വിചാരിക്കുകയാണ്. അവിടെയും പ്രശ്നമുണ്ട്, അവിടെ ഡിമാൻഡില്ല, സപ്ലൈ ഇപ്പോൾ അവിടെ കൂടുതലാണ്. അപ്പം ഇത് ഒരു ഹണിമൂൺ ഫേസ് ആണെന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ട്രെൻഡ് അവർക്ക് തന്നെ മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നിന്ന് പല ബിൽഡർമാരും ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ അവരെ ഹൈജാക്ക് ചെയ്യപ്പെടും, ഫോൺ ഓഫ് ചെയ്യും. 1-2 ബിൽഡേഴ്സിന് സംഭവിച്ചു. ഇതെപ്പോഴും ഒരു ഇതാണ്. കുറേ കഴിയുമ്പോൾ യൂണിയൻ ഇടപെട്ടു. ഇപ്പോൾ ഇതിനൊരു അപ്പർ സീലിംഗ് 1100 എന്നൊരു എമൗണ്ടൊക്കെ ഫിക്സ് ചെയ്തു. ഇത് സ്വാഭാവികമാണ്. ഇതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് വന്നേ പറ്റുള്ളൂ. ആസ് എ കമ്പനി ഓണർ നമ്മൾ നല്ലോണം ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് തന്നെയാണ് ലേബർ ഷോർട്ടേജ്. ഇപ്പോൾ ഒരു ആക്ച്വൽ സാധനം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ തന്നെ വരേണ്ട കാര്യം അതാണ്. അതുപോലെ ക്വാറി മെറ്റീരിയൽസിന് നാളെ മുതൽ 8 റുപ്പീസ് കൂടി. അപ്പോൾ ഇതെല്ലാം പ്രൈസ് കൂടുന്നു. ഒരിടത്ത് മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നു, ഒരിടത്ത് ലേബർ കോസ്റ്റ് കൂടുന്നു. ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ ഒരു 50-60 അല്ലെങ്കിൽ 50-60-40 അതാണ് റേഷ്യോ. 60% മെറ്റീരിയൽ, 40 ലേബറാണ്. ആ 40 കൂടി, 60 കൂടി. അപ്പോൾ ഇപ്പോൾ ഇത് എൻ്റെ ബേർഡൻ GSTയിൽ പറയുന്ന പോലെ എൻ്റെ കസ്റ്റമറിൻ്റെ തലയിൽ വരും. അതെന്തായാലും അതിൻ്റെ എഫക്റ്റ്. പക്ഷേ ഈ വാറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, വാറ് കാരണം പലരും ഇൻവെസ്റ്റ് അല്ലെങ്കിൽ എമൗണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ അക്കൗണ്ടിലുണ്ട്, അവർക്കിപ്പോൾ ഉറപ്പില്ലാത്തതുകൊണ്ട് അവർ ഇറക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സൈക്ലിക് റൊട്ടേഷൻ വരുന്നില്ല. മനസ്സിലായി. അതാണ് ഇവിടെ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സെക്ടറെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇതിനെല്ലാം കവച്ച് വെച്ചുകൊണ്ടുള്ള ഗോൾഡൻ കോറിഡോർ നമുക്കിങ്ങനെ തുറന്നിരിക്കുകയാണ്. അതുപോലെ റിംഗ് റോഡ് ഗവൺമെൻറ് ഇപ്പോൾ അനൗൺസ് ചെയ്തു. അപ്പോൾ പുതിയ മിനിസ്ട്രി വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു വൈബ്രൻറ്റ്, എപ്പോഴും ഒരു മാറ്റം നല്ലതാണ്. അപ്പോൾ അവർ റിംഗ് റോഡ് നോട്ടിഫൈ ചെയ്യും. റിംഗ് റോഡ് വരുമ്പോൾ കുറച്ചുകൂടെ അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. ഈ ഷിപ്പിൽ വരുന്നതെല്ലാം ഈ റോഡ് മാർഗം നമ്മുടെ റോഡിൽ പോയ ആൾറെഡി ജാംഡാണ്.
പിന്നെ പറ്റാതിരിക്കാൻ റിംഗ് റോഡ് വരണം. ഇതിനെല്ലാം ഹ്യൂജ് മണി സൈക്കിൾ. ഏറ്റവും വലിയ ജോബ് പ്രൊവൈഡർ ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് എത്രയോ കോടി, ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നത്. ഇത് സൈക്കിളൊക്കെയായിട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ഗവൺമെൻറ്റിൻ്റെ GST വരുമാനം കൂടും, ഇൻഡസ്ട്രി വളരും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഇൻഡസ്ട്രി നടക്കുന്നത് വാർ കാരണം ഒന്ന് സ്ലോ ആണെങ്കിൽ വാറിൻ്റെ ആ ഒരു ക്രൈസിസും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഇതൊരു മെഗാ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് പ്രൈസിങ്ങിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ലാൻഡിനൊക്കെ അഡ്വാൻസ് ചെയ്തിരിക്കുന്നവർക്കെല്ലാം ലോട്ടറി അടിച്ച പോലെയാണ്. പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ ഗോൾഡൻ കോറിഡോറിൽ തന്നെ ഹയാത്ത് സെൻട്രിക് ഹോട്ടൽ, അത് ലുലു ഗ്രൂപ്പ് തുടങ്ങുവാണ് ചാക്ക ജംഗ്ഷനിൽ. അപ്പോൾ അവിടെ ആ ഹോട്ടൽ വന്നതോടുകൂടി ആ ഏരിയ ഇതായി. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇപ്പോൾ അവിടെ തന്നെ പർവ്വതി പുത്തനാറിൻ്റെ വാട്ടർ വേ പ്ലാനൊക്കെ പഴയ ഗവൺമെൻറ് കുറേയൊക്കെ ചെയ്തു. പക്ഷേ ഇനി എന്തായാലും വാട്ടർ ടൂറിസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അദാനിയുടെ പോർട്ടും എയർപോർട്ടും വരുമ്പോൾ ഉറപ്പായിട്ടും വാട്ടർ വേയിൽ നിങ്ങൾക്ക് കൊല്ലം വരെ ബോട്ടിൽ പോകാം, ആൾറെഡി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു വരുമ്പോൾ ഇതെല്ലാം ട്രിവാൻഡ്രം കത്തിജ്വലിക്കും, ആ ഒരു ഇതുണ്ടാവും. നമ്മളിപ്പോൾ ഇത്രയും നേരം ഈ പല ചലഞ്ചസിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ജാക്കിൻ്റെ ഇത്രയും ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഇത്രയും വർഷത്തെ ആഡഡ് എക്സ്പീരിയൻസ്, പുതുതായിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ ജാക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ജാക്കിന് ആദ്യമേ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു 3 മിസ്റ്റേക്സ് എന്തായിരുന്നു? ഒഴിവാക്കാൻ പറ്റുന്ന 3 മിസ്റ്റേക്കിൽ ഒന്ന്, നമ്മളെ തന്നെ ആദ്യം വിശ്വസിക്കണം. പലപ്പോഴും ഉള്ള പ്രോബ്ലം, ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ, ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ നമ്മളൊരു പ്രോസസ്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല SOPs ഒക്കെ എഴുതും. ഇപ്പോൾ സന്ദീപിനൊക്കെ അത് അറിയാം, എല്ലാം ചെയ്യും. ഇതിൽ ഏറ്റവും വലിയ ബോട്ടിലിനൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ് ദ ടീം, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കണം നമുക്കിതൊക്കെ പറ്റും എന്നുള്ള. അപ്പോൾ പണ്ട് ഞാൻ തന്നെ വിചാരിക്കും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ലാസ്റ്റ് ബസ്സാണിത്, അല്ലെങ്കിൽ കുറേ ബസ് മിസ്സായി. അപ്പം നേരത്തെ നമ്മൾ പല ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ കഴിഞ്ഞ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സന്ദീപ് തന്നെ കമ്പനിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അതൊക്കെ വലിയ വലിയ ആൾക്കാർ. പക്ഷേ എന്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങണം എന്നുള്ളത് ഇത് തുടങ്ങിയ കമ്പനി സെക്രട്ടറിക്ക് നല്ലോണം അറിയാം, പക്ഷേ ഒരു സാധാരണക്കാരനറിയില്ല. അപ്പോൾ ഈ പല നോളജുകളും നമ്മൾ ഈ എടുത്ത്, ഒന്ന് നമ്മളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു, 2 ഈ അനുഭവിച്ച് പഠിക്കുന്നു എന്നുള്ള പഴയ ട്രെൻഡൊക്കെ പോയി. അപ്പോൾ ഇന്നൊരു റീലിന് 30 സെക്കൻഡ് ആയുസുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് എനിക്കൊരു 5 വർഷം 10 വർഷം എടുത്ത് ബിസിനസ് പാഠം പഠിച്ചിട്ട് പിന്നെ ബിസിനസ് ചെയ്യാവുന്ന സമയമില്ല. സോ അറിവുള്ളവരോട് സംസാരിക്കുക. നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതുപോലുള്ള സമാനമായ ആൾക്കാരുള്ള ബിസിനസ്സുകാരൊക്കെ ഉള്ള, ഇപ്പോൾ നമ്മൾ ബിൽഡർ അസോസിയേഷനിൽ ഞാൻ ഉള്ളപ്പോൾ അവിടെ എല്ലാം ബിൽഡർമാരാണ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ റോട്ടറിയിൽ യങ് ഇന്ത്യൻസ്, BNI, ഇതെല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ബിസിനസ്സുകാർ മാത്രമുള്ളതാണ്. ഇങ്ങനെ പല ഫോറംസ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മൾ അവരുടെ ഇത് ഉൾക്കൊള്ളാൻ പഠിക്കുക. പണ്ട് നമുക്കതില്ലായിരുന്നു. ഇല്ല, അത് എനിക്ക് മാത്രം, ഞാൻ പഠിച്ച് എനിക്കിങ്ങനെയാണെന്ന് തോന്നും. അതാണ് 2ാമത്തെ മിസ്റ്റേക്ക്. 3ാമത്തെ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നത്, ഈ പറയുന്ന എന്താ പറയുക, ഒരു അൺകാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം. ഈ കുറേ അൺകാൽക്കുലേറ്റഡ് റിസ്ക് ഞാൻ എടുത്തിട്ടുണ്ട് ജീവിതത്തിൽ, കുറേ കാശും പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗവൺമെൻറ് വർക്കിൻ്റെ ഇതിൽ പറയുമ്പോൾ അത് ഇതാവുമെന്ന് അറിഞ്ഞൂടെ, എങ്കിലും ഒരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോൾ ഒരു ഗവൺമെൻറ് വർക്ക് ഞാൻ എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു 10%, 15%, 20% ആയിരിക്കും മാർജിൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് കിട്ടാൻ വേണ്ടി റേറ്റ് കുറച്ചെടുക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ L1 ആവണമെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ബാങ്ക് ഇൻട്രസ്റ്റ് തന്നെ 10, 13, 14% ആവും. അത് 2 വർഷം ഡിലേ ആയിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ കാൽക്കുലേഷൻ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അത് ഇതാണെന്നുള്ളത് നമ്മൾ ചെയ്യാതെ ഉള്ള ഒരു ഊഹമാണ്. 1 കോടിയുടെ വർക്ക് എടുത്താൽ എനിക്ക് 10-15 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് അൺകാൽക്കുലേറ്റഡ് റിസ്ക്. എന്നാൽ കാൽക്കുലേറ്റഡ് റിസ്ക് നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അനുഭവം കൊണ്ടും ഇത് പലരുമായിട്ട് ഇപ്പം നമ്മൾ അടുത്ത ലെവലിൽ പോകുമ്പോൾ ആൾറെഡി ആ ലെവലിലുള്ളവരോട് നേരിട്ട് പോയി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, ആരും പറഞ്ഞു തരാതിരിക്കില്ല. അത് കാൽക്കുലേറ്റഡ് റിസ്ക്കാണ്. നമ്മൾ കുറേ കാശ് മുടക്കി പല പ്രോജക്റ്റുകൾ ചെയ്യുന്നു, അത് വന്ന വേർസ്റ്റ് സെനാറിയോ നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഓഫീസുമായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ഡൗട്ട് ചോദിക്കുന്നു. ഇതാണ് കാൽക്കുലേറ്റഡ് റിസ്കിൻ്റെ ഭാഗം. അത് ചെയ്യാതിരിക്കുക. ഈ 3 മിസ്റ്റേക്ക് ഇപ്പോഴായിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. അപ്പോൾ പുതുതായിട്ട് ചെയ്യുന്നവർക്ക് പിന്നെ ഒരു കാര്യം, ട്രിവാൻഡ്രം അതിഭയങ്കരമായ ഒരു ഗ്രോത്തിൻ്റെ ഒരു വക്കത്താണ്. കാര്യം ഇനി വളർന്നേ പറ്റൂ. ഇത്രയും കാലം അതിനെ ഇഗ്നോർ ചെയ്തു, അല്ലെങ്കിൽ ആരും ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു സ്ട്രീറ്റിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെങ്കിൽ ഗതി പിടിക്കില്ല. അവിടെ ആൾ വന്നാലില്ലെങ്കിൽ രാത്രി വണ്ടി പോയാൽ പിന്നെ ഇല്ല. പക്ഷേ ഒരു സ്ട്രീറ്റ് നിറയെ ഹോട്ടലാണെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ബ്ലൂ ഓഷ്യൻ തിയറി എന്ന് പറയും. അതായത് ആ സ്ട്രീറ്റ് മൊത്തവും ഹോട്ടലാണ്. എവിടെ പോയാലും ഫുഡ് ഉണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും കച്ചവടമുണ്ട്.
അപ്പോൾ ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ പണ്ട് കുറേ ഫോക്കസ് ആൾക്കാരുടെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ വലിയ. ഇപ്പം അങ്ങനെയല്ല. ഇവൻ ഇപ്പോൾ ഒരു ബിടെക് പഠിച്ച് കാണുന്ന ഒരു ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ് പോലും സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്താൽ, ഇപ്പം ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇതിൽ ഉള്ളതാണ്, നമ്മുടെ ഒരു ഇവാലുവേഷൻ പാനലിലുള്ളതാണ്. കൺസ്ട്രക്ഷൻ ഗ്രാൻഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഒരു ഐഡിയ ഗ്രാൻഡ് 3 lakhs ഇമ്മീഡിയറ്റ്ലി കിട്ടും. അതിൽ അടുത്ത ലെവലിൽ പ്രോട്ടോടൈപ്പ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത 15 lakhs വരെ ഗ്രാൻഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ് ഒരു സൈഡ് ഇന്നോവേഷൻസ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മെക്കനൈസ് ചെയ്യുന്നത്, ഇപ്പോൾ JCB ഒരു കേരളത്തിൽ റവല്യൂഷൻ ഉണ്ടാക്കിയതാണ്. മണ്ണ് പണി ആളെ വെച്ച് ചെയ്തത് മെക്കനൈസ് ചെയ്തപ്പോൾ. അപ്പോൾ അതുപോലെ ലോ കോസ്റ്റായിട്ട് ഈ കോളേജും യൂണിവേഴ്സിറ്റീസും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ബൂമിന് ഇത് ബൂസ്റ്റ് ആവും. എല്ലാവർക്കും അവസരമുണ്ട് ഇവിടെ. ഇപ്പോൾ ആര് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും അവസരമുണ്ട്. കാര്യം അതൊരു നോൺ ഫാക്റ്റാണ്, അത് പ്രൂവണാണ്. അപ്പോൾ അത് മിസ്സാക്കരുത്. ഞാൻ ഡൗട്ട് വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷനെ കുറിച്ച്, ഇപ്പോൾ ഒരുപാട് പേർക്ക് അവസരം ഉണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് ആളുകൾ വരുമ്പം ഈ ഒരു പല ഇൻഡസ്ട്രിയിലും കൺട്രോളാണ് ഈ ഡീപ്പ് ഡിസ്കൗണ്ടിങ് എന്നുള്ള പ്രാക്ടീസ്. വർക്ക് എടുക്കാനായിട്ട് ഏറ്റവും വില കുറച്ചിങ്ങനെ എടുക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം ഒരു പുതിയ ഒരാൾക്ക് അവർക്കുള്ള ഒരു സേഫ് ഗാർഡ്, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് മാറാനായിട്ട് എങ്ങനെ പൊസിഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഈ ഒരു പ്രാക്ടീസിനെ കുറിച്ചുള്ള ജാക്കിൻ്റെ ഒരു അഭിപ്രായം. ഇതും ഒബ്വിയസ്ലി മോശമാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി നശിക്കാതിരിക്കാൻ ആ ഒരു സെക്ടറിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഒബ്വിയസ്ലി ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഇസ് എ ഹൈ ടിക്കറ്റ് ഗെയിം. ഇപ്പോൾ ഒരു മിനിമം വീടാണെങ്കിൽ, ഇപ്പോൾ ഒരു സാധാ വീടെന്ന് പറയുന്ന 50 ലക്ഷം പോലും സാധാ വീടായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ 50 ലക്ഷം രൂപയുടെ ഇത് വരുമ്പോൾ നമ്മളൊരു ബൾക്ക് സെയിൽ ചെയ്യുന്ന ഒരാളല്ല. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അയാൾ പ്രൈസ് മറക്കും, എക്സ്പീരിയൻസ് അയാൾ മറക്കില്ല. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ടോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഫേമിലോട്ടോ ഒരു ആദ്യം വരുമ്പോൾ ഒരു ഡ്രീമുമായിട്ടാണ് വരുന്നത്. കൂടുതലും കാണുന്ന ഒരു കുടുംബം, ഒരു വീടിൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു കുടുംബമായിട്ടാണ് അവർ വരുന്നത്. അവർക്ക് കുറേ ഡ്രീംസ് ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ ക്യാപ്ചർ ചെയ്ത് അവരുടെ ഡ്രീംസിനെ റിയാലിറ്റി ആക്കി കൊടുക്കുന്ന ആ ഒരു ജേണി. ഒരാൾ കല്യാണം കഴിക്കുമ്പോഴും വീട് പണിയുമ്പോഴുമാണ് ഒറിജിനൽ സ്വഭാവം പുറത്തറിയുന്നത്. അതൊരു സത്യമാണ്. അതായത് ഭാര്യയും ഭർത്താവും ആയിട്ട് വരുമ്പോൾ ഇത് 2-3 പേർക്ക് ഡ്രീമുണ്ട്, കുട്ടികൾക്കും ഉണ്ട്. ഇവരുടെ അടി, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്, ഇവരുടെ യൂണിറ്റി ഇല്ലായ്മ, യൂണിറ്റി ഉള്ളത്, ഇതെല്ലാം നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സ്പീരിയൻസ് സ്മൂത്തായാൽ ഒബ്വിയസ്ലി അവർ തന്നെ കൊണ്ടുവരും. ഇപ്പോൾ നമ്മളിവിടുത്തെ ലീഡിങ് റെസ്റ്റോറൻറ്റിൻ്റെ എക്സാമ്പിൾ, നമുക്കിപ്പോൾ റോഡ് സൈഡിൽ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ബിരിയാണി കിട്ടും. പക്ഷേ നമ്മൾ പോയി ഫൈൻ ഡൈനിങ് എന്ന് പറഞ്ഞിട്ട് 800 രൂപ 1000 കൊടുത്ത് കഴിക്കുന്നുമുണ്ട്. അവിടെ നമ്മൾ വീണ്ടും നമ്മുടെ ഫ്രണ്ട് അവിടെ പോയാൽ മതി, ആനിവേഴ്സറി ആണെങ്കിൽ അവിടെ പോയാൽ നമ്മൾ പോകില്ല. ആ ടാർഗറ്റ് കസ്റ്റമറെ നമ്മളാണ് ഫിക്സ് ചെയ്യേണ്ടത്. അത് കസ്റ്റമറിൻ്റെ കുഴപ്പമല്ല, ബിസിനസ് ഓണറിൻ്റെ പ്രശ്നമാണ്. എനിക്ക് ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? യു വോണ്ട് വോളിയം ആൻഡ് ലോ മാർജിൻ, അങ്ങനെ ഒരു ബിസിനസ് മോഡലുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഇടയ്ക്ക് ഡോക്ടർ അനിൽ ബാലേന്ദ്രൻ ഒരു കമൻറ്റ് പറഞ്ഞത്, നിങ്ങൾക്ക് 10,000 പേർക്ക് 100 രൂപ വെച്ച് ചെയ്താലും മാർജിൻ ചേഞ്ച് ചെയ്യാം, 100 പേർക്ക് 10,000 വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ മാർജിൻ ഇസ് ഫിക്സഡ്. അപ്പോൾ ഒബ്വിയസ്ലി ആൾ കൂടുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സർവീസ് കുറയും. അപ്പോൾ അവിടെ ഒരു ബ്രാൻഡ്, ഇപ്പോൾ നിങ്ങൾ 10 രൂപ ഷോപ്പ് അല്ലെങ്കിൽ ഡോളർ ഷോപ്പിൽ പോകുമ്പോൾ കിട്ടുന്ന ക്വാളിറ്റി അല്ല ഐക്യയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ബ്രാൻഡഡ് സ്റ്റോറിൽ പോകുമ്പോൾ കിട്ടുന്നത്. അത് ബ്രാൻഡ് പൊസിഷൻ ചെയ്യേണ്ടത് ബിസിനസ് ഓണറിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് കസ്റ്റമർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കുന്നു, കീപ്പ് അപ്പ് ദ പ്രോമിസ്. ഇപ്പം നമ്മുടെ ഓഫീസിൽ നമ്മൾ പറയും വിൽ ഡു ദ ബെസ്റ്റ് ക്വാളിറ്റി. കൺസ്ട്രക്ഷനിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വി ആർ യൂസിങ് ക്വാളിറ്റി മെറ്റീരിയൽസ്. വാട്ട് യു മീൻ ബൈ ക്വാളിറ്റി? ക്വാളിറ്റി ഡിബേറ്റബിളാണ്. ഇപ്പോൾ സാൻഡ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ സാൻഡ് വരുന്നു, ഇത് ഇന്ന് വരെ ആരും ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. പക്ഷേ നമ്മളെ സൈറ്റിൽ കൃത്യമായിട്ടൊരു ക്വാളിറ്റി എഞ്ചിനീയർ ഉണ്ട്, അയാൾക്ക് അത് മാത്രമാണ് പണി. അയാൾ സീവ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ IS സ്റ്റാൻഡേർഡ് ഫോർ സീവ് അനാലിസിസ് എന്നൊരു സാധനമുണ്ട്. മണ്ണ് അരിച്ച് നോക്കണം. അതിൽ ഓരോ ഗ്രഡേഷൻ, ഓരോ സോണിൽ ഓരോരോ പല പല അരിപ്പുകളാണ്. ഇതിലിങ്ങനെ കിടക്കണം, ഇതാണെങ്കിലേ പാസ്സാവുകയുള്ളൂ. അങ്ങനത്തെ മണൽ ഉപയോഗിച്ചാൽ അതനുസരിച്ചുള്ള ഗുണമുണ്ടാവും. ഇപ്പോൾ തന്നെ അൾട്രാടെക് എന്നൊരു കമ്പനി കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മൾ ടൊയോട്ട പറയുന്ന പോലെ ഇപ്പോൾ തന്നെ പ്ലാസ്റ്റർ ചെയ്താൽ വെള്ളം ഒഴിക്കാത്ത പ്ലാസ്റ്ററിങ് ഉണ്ട്. ഇത് എത്ര പേർക്കറിയാം? പ്ലാസ്റ്റർ ചെയ്താൽ ഒരാഴ്ച ഇങ്ങനെ നനയ്ക്കണമെന്നുണ്ട്. അതുപോലെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ ഒരു അഡ്വാൻസ്മെൻറ്റ്സ് നമുക്കറിയാം, പക്ഷേ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇത് കൊണ്ടുവരുന്നില്ല. ഇതിനെല്ലാം കോസ്റ്റ് ഉണ്ടാവും. അത് ഞാൻ ബ്രാൻഡ് പൊസിഷൻ ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ കസ്റ്റമർക്കാണ് വേണ്ടത്. ഒരു HNI കസ്റ്റമറെ ഞാൻ സെർവ് ചെയ്യുള്ളൂ. ഇപ്പോൾ ലെക്സസും ബെൻസും BMW മേടിക്കുന്ന ആളെ കൊണ്ട് മാരുതി മേടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ അയാൾ മേടിക്കത്തില്ല. അയാൾ പിച്ച് ചെയ്ത ആൾ മേടിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്തത്, നമ്മൾ ബിസിനസ് ജാക്ക് കൺസ്ട്രക്ഷൻ, ജാക്ക് ഫെസിലിറ്റി 2 ബ്രാഞ്ചാക്കി. മറ്റേത് നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന പോലെ ലോ ബഡ്ജറ്റ് ഓപ്ഷനുണ്ട്, ഹൈ ബഡ്ജറ്റ് ഓപ്ഷൻ, റെഡിമെയ്ഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഇൻസ്പിറ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഒരാൾ, ഞാൻ പലരും പറയുന്നു, എനിക്കിനി സ്ഥലം നോക്കി വീട് വയ്ക്കാനൊന്നും സമയമില്ല.
സാർ ഐ എം ഗിവിങ് എ റെഡിമെയ്ഡ് ഓപ്ഷൻ. അവിടെ ഗവൺമെൻറ് റെഗുലേറ്റഡുമാണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് റിയൽ എസ്റ്റേറ്റിൽ വന്നത്. ഇറ്റ്സ് എ യൂസ്ഫുൾ തിങ് ഫോർ കസ്റ്റമർ ആൻഡ് ബിൽഡർ. കാര്യം ആ സമയത്ത് പൈസ കൊടുക്കണം കസ്റ്റമർ, അതേപോലെ ബിൽഡറും പറഞ്ഞ പ്രോമിസ് ചെയ്തും കൊടുക്കണം. സോ പീപ്പിൾ ആർ ബിലീവിങ് ദിസ് റദ. അതായത് IRDA പോലെ ഒരു സംഭവമാണ്. ഇൻഷുറൻസിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ കംപ്ലയിൻറ്റ് ടു IRDA. IRDA ഇടപെടും, സോൾവ് ചെയ്ത് തരും. സെയിം തന്നെയാണ് റിറയ്ക്കും. അതുകൊണ്ട് ഈ ബൂം വരുമ്പോൾ ഇതെല്ലാം നല്ലതാണ്. ഇതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇപ്പം നമ്മൾ സംസാരിച്ച് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിങ്ങും ഒരു രസകരമായിട്ട് തോന്നിയെന്ന് ജാക്ക് പറഞ്ഞ് കല്യാണം കഴിക്കുന്നതും വീട് വയ്ക്കുന്നതും ഒരേപോലെയാണെന്ന് ഞാൻ ചോദിച്ചിട്ട്. ഇപ്പം ഈ എൻ്റെ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ പ്രീമിയത്തിലായിട്ട് പൊസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്ലയൻസും ലൈക്ക് കുറച്ചുകൂടെ നല്ല ക്ലയൻസ് ആയിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ളവരായിട്ടൊരു ഈസ് ഓഫ് വർക്ക്, ഒരു വർക്ക് ചെയ്യാനൊരു എളുപ്പമുണ്ടോ? രണ്ടാമത്തെ എന്നുള്ളത്, എന്താണെങ്കിലും എല്ലാ ഫീൽഡിലും നമുക്ക് ഈ ക്ലയൻസുമായിട്ടൊരു കോൺഫ്ലിക്ട്സ് വരും. ഇപ്പം ജാക്ക് കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ജാക്ക് അത് എങ്ങനെയാണ് അതൊന്ന് അഡ്രസ്സ് ചെയ്യുന്നത്, ഒരു എസ്കലേഷൻസ് വരാതെ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? രണ്ടായിട്ട് നമുക്ക് ഇതിനെ ഇതാക്കാം. ഒന്ന്, മെൻ ലൈക്ക് അസ് വി ഡോണ്ട് ലൈക്ക് പ്രോബ്ലംസ്. നമുക്കത് പെട്ടെന്ന് നടത്തും എന്നുള്ള. അൺഫോർച്ചുനേറ്റ്ലി വുമൺ, ഞാനതൊരു ഇതായിട്ട് പറയില്ല, ദേ ലൈക്ക് മോർ കോംപ്ലക്സ് തിങ്കിങ്. അപ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ്. അതായത് അവർ ക്ലയൻറ്റ് ഇസ് എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ്. റെസിഡൻഷ്യൽ കാര്യമാണ് പറയുന്നത്. അപ്പോൾ മെൻ ലൈക്ക് ഈസി സൊല്യൂഷൻ. നിങ്ങൾ പെട്ടെന്ന് എല്ലാം ചെയ്തു തരുമല്ലോ. വുമൺ ഇസ് ആസ്കിങ് ഹൗ ആർ യു ഗോയിങ് ടു ഡു ഇറ്റ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഓരോന്നിനും സെഗ്മെൻറ്റ് ചെയ്ത് ആൻസർ സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി കമേഴ്ഷ്യലിൻ്റെ കേസിൽ വരുവാണെങ്കിൽ അവൾ ആൾറെഡി ഒരു വീട് പണിത ആളായിരിക്കും, അല്ലെങ്കിൽ വീടുണ്ടായിരുന്ന ആളായിരിക്കും. അപ്പോൾ ഹീനോ ഇതിലുള്ള കൺസ്ട്രക്ഷനിൽ ലീക്കുണ്ട്, അവിടെ ബാത്റൂമിൽ പൊട്ടലുണ്ട്, ഇതുണ്ട്. സോ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി വിൽ ബി സെക്കൻഡ് കൺസ്ട്രക്ഷൻ. ആൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ് അയാൾ. അപ്പോൾ അങ്ങനെ ഒരാളെ കാറ്റർ ചെയ്യുന്നത് വേറൊരു സ്കിൽ സെറ്റാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി ഒരു കാർ ഷോറൂമിൻ്റെ എക്സാമ്പിൾ പോലെ, ഇപ്പോൾ ഒരു മാരുതി ഷോറൂമിലിരിക്കുന്ന ഫസ്റ്റ് ടൈം ബയറായിരിക്കും. അപ്പോൾ അയാളെ നമ്മൾക്ക് പാമ്പർ ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നു, ഫ്രീ സീറ്റ് കവർ കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു. വേറെ ഞാനും ഇങ്ങനെ കാറുകൾ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ മനസ്സിലാകുന്നത്, പ്രീമിയം കൂടുന്തോറും ഇതാണ് സാധനം, വേറെ ഒന്നുമില്ല. നോ ഫ്രീ, നത്തിങ്, നോ ഡിസ്കൗണ്ട്. അപ്പോൾ ആ രീതിയിൽ കാറ്റർ ചെയ്യാൻ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ജാക്കിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ പ്രീമിയത്തിൽ പൊസിഷൻ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ഒരു മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ. ദാറ്റ് ഈസ് ഇൻറ്റൻഷണൽ ചോയ്സ്. തുടക്കത്തിൽ എനിക്കിതില്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. എന്ത് കിട്ടിയാലും ചെയ്യും എന്നുള്ളത്. ബട്ട് നമുക്ക് വെൻ വി സോൾവ് റിച്ച് മാൻസ് പ്രോബ്ലം വിൽ ബി റിച്ച്, വെൻ വി സോൾവ് പുവർ മാൻസ് പ്രോബ്ലം വിൽ ബി പുവർ എന്നുള്ള ഒരു തിയറി ഉണ്ട് എൻ്റെ അകത്ത്. സോ അത് ലൈക്ക് ഇപ്പം എനിക്കറിയാവുന്ന സ്പെഷ്യലിസ്റ്റ് ആൾക്കാർ, ഇപ്പോൾ അവർ 100 എണ്ണേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരു മാസം 2 വർക്കേ ചെയ്യുള്ളൂ. അപ്പോൾ ദേ ആർ വെരി സ്പെഷ്യൽ. അത് ഇതേറ്റവും അല്ലാത്തവർക്ക് ഒരു വിലയില്ല എന്ന് പറയുന്ന പോലെ ഹൂ യു ആർ അഡ്രസ്സിങ്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചൂസി ആയിരിക്കണം. മനസ്സിലായി. ആർക്കും നമ്മുടെ സർവീസ് കിട്ടുമ്പോൾ, ഇപ്പം ഞാൻ പല ഐ വിൽ ഓൺലി ഹാൻഡിൽ 50 clients at a time. അപ്പോൾ ദാറ്റ്സ് എ ബെഞ്ച് മാർക്ക്. സോ ടു എമംഗ് ദ 50 ഐ ആം ഡിമാൻഡിങ് സോ ആൻഡ് സോ, ഇല്ലെങ്കിൽ യു ക്യാൻ ലീവ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഒബ്വിയസ്ലി എന്നാൽ എനിക്ക് വേണം, സർവീസ് നല്ലതാണ്, എക്സ്പീരിയൻസ് നല്ലതാണെങ്കിൽ അവർ നിൽക്കും. ഇത് എവരി ഇൻഡസ്ട്രിക്ക് ബാധകമാണ്. ഈ ഒരു ഇപ്പോൾ എമിറേറ്റ്സിൽ 500 കപ്പാസിറ്റി ആയിരിക്കും, അതെപ്പോഴും ഫുള്ളാണ്. മറ്റേ ചെറിയ ഇതിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എല്ലാവരും നോക്കും 3 മണിക്കൂർ പറക്കാൻ ഞാൻ എന്തിനാ എമിറേറ്റ്സിൽ പോകുന്നത്, എന്തിനാ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നത്. ദോസ് ആർ യൂസിങ് അത് വേണം, ആ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ അത് സെഗ്മെൻറ്റ് ചെയ്യുന്ന അവരുടെ സർവീസ് വേറെ ആയിരിക്കും. അവരുടെ ലോഞ്ചും ദുബായിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ടെർമിനൽ 3 ഇസ് ഓൺലി ഫോർ എമിറേറ്റ്സ്. അത് എക്സ്പീരിയൻസ് അവിടെ ലോഞ്ച് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ പ്രീമിയമാണ്. എയർപോർട്ട് ഇസ് സെൽഫ് ഹ്യൂജ്, പക്ഷെ അവിടെ പോയി ലോഞ്ച് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് ആ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അവിടെ എവിടെ ബ്രാൻഡ് പൊസിഷൻ ചെയ്യേണ്ടത്, ഇറ്റ്സ് എ ഓൺലി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബിസിനസ് ഫൗണ്ടർ ഓർ ദ ലീഡിങ് ടീം. ജാക്കിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എന്നുള്ള ജാക്കറ്റ് കോമ്പറ്റീഷൻ ഓവർ കൊളാബറേഷൻ എന്നാണ് ജാക്കിൻ്റെ എപ്പോഴും. അതായത് നിങ്ങളുടെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് എന്നും മറ്റുള്ളവർ വിചാരിക്കുന്ന പല കൺസ്ട്രക്ഷൻ കമ്പനികൾ ആക്ച്വലി ജാക്കിൻ്റെ ക്ലയൻസ് ആണ്. വാല്യുവേഷൻ, ആർബിട്രേഷൻ, അതേപോലെ ബിൽഡിംഗ് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മൈൻഡ് സെറ്റ് തുടക്കം മുതലേ ഉള്ളതാണോ, അതോ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അനുഭവങ്ങൾ വന്ന് മോൾഡ് ആയതാണോ? ഇത് സർക്കിൾ, ബേസിക്കലി എൻ്റെ സർക്കിളാണ് എന്നെ മോൾഡ് ചെയ്തത്. അപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ സന്ദീപ് എന്ന ഒരു കൺസ്ട്രക്ഷൻ ഞാൻ ഇങ്ങനെ ത്രെട്ടായിട്ട് നോക്കും, ഇവൻ എനിക്ക് പണി തരാമെന്ന്. അല്ല, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പറയും ഐ എം ഫോക്കസ്ഡ് ഓൺ സംതിങ് ബിഗ് വരുമ്പോൾ നമ്മൾ മറ്റവർക്കും എല്ലാവരും വേണം. ഇപ്പോൾ
ഏത് ജോബിനും ഒരു ഇതുണ്ട്, ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളങ്ങനെ പറയാൻ പാടില്ല. എല്ലാ ജോബിനും, ഇപ്പോൾ ഹൗസ് കീപ്പിംഗ്, വാഷിംഗ്, അല്ലെങ്കിൽ പെയിൻറ്റിങ്, ഏത് ജോബ്, ഇവൻ ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ, വാട്ടെവർ, അതുപോലെ തന്നെ ഏത് ബിസിനസ്സിനും ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഇപ്പോൾ പാൻ വാല അവിടെ ഇരുന്ന് പാൻ വിൽക്കുന്നത് പോലും അത് നമുക്കൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് അത് വേണമെന്ന് തോന്നിയാൽ അത് ഈ ഷുഡ് ബി ദെയർ. അപ്പോൾ ഇൻ ആൻ എക്കോ സിസ്റ്റം എവറിത്തിങ് ഷുഡ് ബി വർക്കിംഗ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സബ് കോൺട്രാക്റ്റിംഗ് ഉണ്ട്, നമ്മൾ പലർക്കും ഓക്കെ നമ്മളിത് കൊടുക്കും. അപ്പോൾ അവരും ഒരേ സമയം അപ്ലിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു കണ്ടെയ്നർ ലോറിക്ക് 16-20 വീലുണ്ട്. ഒരു വീല് ജാമായാൽ ഇത് ഓടില്ല. മനസ്സിലായി. സോ ദിസ് കൈൻഡ് ഓഫ് ഇത് എൻ്റെ സർക്കിളാണ് എന്നെ പഠിപ്പിച്ചത്. ഞാനൊരു റീഡറല്ല, ഞാൻ ബുക്ക് വായിക്കാറില്ല, മറ്റ് ബുക്കും ഫേസ്ബുക്കും നോക്കുന്ന ആളാണ്. അപ്പോൾ ഉള്ള പ്രശ്നം ഈ സർക്കിള് എങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു ഇൻസൈറ്റ് ഇത് നമ്മുടെ ബിൽഡർ അസോസിയേഷനിൽ ഞാൻ ട്രഷററായിരുന്നു കോവിഡ് ടൈമിൽ. അപ്പം ഞാൻ ഓരോ മെമ്പറായിട്ട് ഫോൺ വിളിക്കുന്നു, ഞാൻ ഡ്യൂസ് പിരിക്കുന്നു, പല കാര്യം ട്രഷററായതുകൊണ്ട് പല കാര്യങ്ങൾ. അപ്പോൾ ഇൻഫാക്റ്റ് നമ്മൾ എന്താ പറയുക, നമ്മൾ രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കേണ്ടതാണ്. പ്രതിപക്ഷവും ഇവരും നിയമസഭയിൽ അടി കൂടും, അവർ ഇഫ്താർ വരുമ്പോൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇവിടെ അടിയില്ല. അതായത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ വി ആർ ആക്ച്വലി എ നേഷൻ ബിൽഡറാണ്, വി ആർ ബിൽഡിങ് നേഷൻ. ഇന്നുള്ള ഒരു ഇതിലും നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ കോമൺ പ്രോബ്ലംസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങും. വെൻ വി ആർ ഇൻ എ സിനർജി. ഇപ്പോൾ നമ്മൾ പറയാം ഓക്കെ, ഇപ്പോൾ ലേബർ ഷോർട്ടേജ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. സോ പൊതുവായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ ഇതാക്കുന്നു. ഇപ്പോൾ കമ്പനി സെക്രട്ടറീസിൻ്റെ അസോസിയേഷൻസും കാര്യങ്ങളും ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അതുണ്ട്, അതുപോലെ ആർക്കിടെക്ട്സിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ്, ഇങ്ങനെ ഫോറം ഉണ്ട്. അവിടെ എല്ലാ ആർക്കിടെക്ട്സാണ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ്, അതിലെല്ലാം എഞ്ചിനീയേഴ്സാണ്. അപ്പം നമ്മളവിടെ ചെന്നിട്ട് ഹൗ വി ടുഗദർ ഹാവ് കോമൺ പ്രോബ്ലംസ് അതെങ്ങനെ അഡ്രസ്സ് ചെയ്യാം. സോ ബിൽഡർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ 1945 തുടങ്ങിയാണ്. കമാൻഡർ ജാക്സൺ എന്ന് പറയുന്ന ആൾ ഇതൊരു ബിൽഡേഴ്സ് അസോസിയേഷൻ തുടങ്ങി. ഇതൊരു അപ്പെക്സ് ബോഡിയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇപ്പോൾ പ്ലംബിംഗ് അസോസിയേഷൻ, കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ, ഇതെല്ലാം ഇതിൻ്റെ അടിയിൽ വരും. സോ ഇറ്റ്സ് എ ബോഡി. അവിടെ ഇതെല്ലാവരും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആൾക്കാരാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, വി ഷുഡ് കൊളാബറേറ്റ്. ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഒരു പുതിയ ഫ്ലാറ്റിൻ്റെ പ്രോജക്റ്റ് ഇനോഗ്രേഷന് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കോർഡോൺ അരുൺ. അപ്പോൾ അരുണിൻ്റെ പ്രോജക്റ്റിൻ്റെ ഇനോഗ്രേഷനിൽ നമ്മുടെ PPDയിൽ ഐസക് സാറും റോയ് സാറും രഘുചന്ദ്രൻ സാർ SI പ്രോപ്പർട്ടീസ്, ഇവരെല്ലാം ഒരുമിച്ചിരുന്നാണ് ആ 15 years ഓഫ് അവരുടെ കോർഡോൺ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ യൂണിറ്റി. പക്ഷേ ഒബ്വിയസ്ലി നമ്മൾ കാറിൻ്റെ ജനറൽ മോട്ടോർ കമ്പനിക്ക് പല കാറുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്നാണെന്നുള്ളൊരു ഫീലും ഉണ്ട്. എന്നാൽ കസ്റ്റമർ ഓൺ ചോയ്സ്. അപ്പോൾ ഇന്നിപ്പോൾ ഏത് ഫ്ലാറ്റ് പണിതാലും നമ്മളവിടെ ഇൻവൈറ്റ് ഉണ്ട്, നമ്മൾ പോകുന്നു, അവർ കോമ്പറ്റീറ്ററായിട്ട് കാണുന്നില്ല. സോ ദിസ് സർക്കിൾ മോൾഡസ്. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ഭാഷയിൽ പറഞ്ഞാൽ ഒരു അച്ഛൻ്റെ അകത്ത് കോൺക്രീറ്റ് ഒഴിച്ച് അരമണിക്കൂർ കൊണ്ട് സെറ്റാവും. അരമണിക്കൂറിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം. ദാറ്റ്സ് ഹോൾഡ് യുവർ സർക്കിൾ ആൻഡ് യുവർ കപ്പ്. യു ഷുഡ് ബി ആൻ എംപ്റ്റി കപ്പ്. അതിൻ്റെ അകത്ത് പോർ ചെയ്യണം. ആ പോർ ചെയ്യുന്നത് ഏത് മോൾഡാണോ അതുപോലെ നിങ്ങളിരിക്കും. അത് ആയതാണ്, ഞാൻ ബൈ ചോയ്സ് ആയതല്ല, അങ്ങനെ ആയതാണ്.